ദിലീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണേ ഒരുപാട് ആൾക്കാരെ സഹായിക്കും. അത് പുള്ളി പരസ്യമായിട്ടൊന്നും അങ്ങനെ ഒരു സഹായം കൊടുക്കുന്ന ആളല്ല. ഒത്തിരി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ധനസഹായം കൊടുത്തിട്ടുണ്ട്, പെമ്പിളരെ കെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സഹായങ്ങൾ ദിലീപ് ചെയ്തുള്ളത് എനിക്കറിയാം. പുറത്ത് പറയാറില്ല. നമുക്കവിടെ ഫാമിലിയോട് എന്താ പറയണേ, നമുക്ക് ഫാമിലിയോട് ഞങ്ങളുള്ള ഒരു 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 അറ്റാച്ച്മെൻറ്റ്, അത്ര കെയർ ചെയ്ത് ഫാമിലി എല്ലാം അത്ര നോക്കുന്ന ഒരാൾ. നമ്മൾ ചിരിക്കും, അമ്പിളിച്ചേട്ടൻ ചിരിക്കില്ല. ലാസ്റ്റ് നമ്മൾ ചിരിച്ചതിന് ശേഷം അമ്പിളിച്ചേട്ടൻ ചിരിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ ഈ കാലിട്ടൊരു അടിയുണ്ട് ചിരിച്ചിട്ട്, ഈ ഒരു കാലിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ അടിക്കും. നമ്മളൊക്കെ ചിരിച്ചതിന് ശേഷം അമ്പിളിച്ചേട്ടൻ ഒറ്റ പൊട്ട് ചിരിച്ചിട്ട് ഈ കാലിട്ട് ഇങ്ങനെ എന്നിട്ട് ചിരിക്കുക അമ്പിളിച്ചേട്ടൻ. സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മളെ ചിരിപ്പിച്ചിട്ട് ആ കൂടെ അമ്പിളിച്ചിരിക്കുന്ന ആളാണ് അമ്പിളിച്ചേട്ടൻ. എന്നെ ബ്ലെസ് ചെയ്തിട്ട് അമ്പിളിച്ചേട്ടൻ വിട്ടു. പിന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ അമ്പിളിച്ചേട്ടൻ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഈ ബ്ലെസ് ചെയ്ത് വിട്ടപ്പോൾ ഞാൻ ഒറ്റപ്പാലം മുതൽ എറണാകുളം വരെ എനിക്കൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. അമ്പിളിച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചല്ലോ. ഈ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, രാജൻ ബി ദേവിനെ പറ്റി ഒരു പരാതി. ഞാനല്ല, വേറെ ആരെങ്കിലും. ഞാൻ ഡാറ്റയെ പറ്റി കുറ്റം പറയാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ ഇവിടെ കൊണ്ടുപോവാ, തെളിവ് ഇവിടെ കൊണ്ടുപോവാ, ഇപ്പൊ തരാം. ഇപ്പൊ അങ്ങനെ അതിന് മറുപടി തരാം ഞാൻ. എനിക്ക് ഒരുപാട് മിസ്സിങ് ആയത് ഒന്ന് ഇന്നസെന്റ് ചേട്ടനാ എന്റെ പോക്ക്. മലയാളികൾക്ക് തന്നെ ഒരു നഷ്ടമല്ലേ. ഇന്നസെന്റ് ചേട്ടന് ഇല്ലല്ലോ നോക്കുമ്പോ ഒരു നെഞ്ചത്തൊരു വേദനയാ. ഒരു ഒരു നിപ്പ് കണ്ടോ, ഞാൻ എന്ത് പറ്റി അവളെ എന്നെ പട്ടിയെന്ന് വിളിച്ചിട്ടുള്ള നിപ്പാന്ന്, എന്ത് പട്ടി അച്ചാന്ന്, എന്ത് പറ്റി അച്ചാന്നാ ചോദിക്കണ്ടേ. ഒരു ഹിന്ദി അല്ലേ, അത് പറഞ്ഞു വന്നപ്പം പട്ടി എന്റെ ഓണം ഇവിടെ നിന്ന് തുടങ്ങുക. ഞാൻ പോവുകയാണെങ്കിലും ചെറിയ കട നോക്കി കാറിലിരുന്ന് കഴിക്കും. പയ്യൻ അവിടെ ഇരുന്ന് കഴിക്കും, ഞാൻ കാറിലിരുന്ന ചട്ടുദോശ, ഓംലെറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2024 ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഓണവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മലയാളികൾക്ക് എക്കാലവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ആക്ട്രസ് പൊന്നമ്മ ബാബു ആണ്. നമസ്കാരം പൊന്നമ്മ ചേച്ചി. നമസ്കാരം. മലയാളികൾക്കും സിനിമാ മേഖലകൾക്കും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് ഒട്ടും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത, പ്രത്യേകിച്ച് ആഘോഷ ദിവസങ്ങളിൽ തീരെയും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളാണ്. ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഞങ്ങളോടൊപ്പം ചേച്ചിയുടെ ഒരു എപ്പിസോഡ് നിർബന്ധമാണ്. കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് തോന്നുന്നു ചേച്ചി വന്ന് നല്ല കിട്ടിലൻ വിഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ക്രൂ അതിന്റെ ടേസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം അങ്ങനെ തന്നെയാണ്, ഒരു ഫാമിലി വൈബ് ആണ് തോന്നുന്നു അല്ലേ? എന്തുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം ചേച്ചിയുടെ ഒരു എപ്പിസോഡ് അല്ലേ? ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിർബന്ധമായിട്ടും വന്നിരിക്കും. ചേച്ചി ഇപ്രാവശ്യത്തും ഓണം ഒക്കെ എങ്ങനെയാണ് ആഘോഷമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓണം ഒന്നാമത് ഉണ്ടല്ലേ മഴ 2, പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ കുട്ടികളെല്ലാവരും അറിയാമല്ലോ, ഓൾറെഡി എല്ലാവരും വെളിയിലായപ്പോൾ പലരും പല സമയത്തൊക്കെ ചിലപ്പോൾ വരുന്നേ. ഇനി ഒരുമിച്ച് ഇവർ പ്ലാൻ ചെയ്ത് വരും. ആ സമയത്ത് ഇനിയിപ്പം ഓണം എല്ലാം കഴിഞ്ഞ് അവർ ഡിസംബറിലാണ് വരുന്ന വെക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓണം വയ്ക്കും. അപ്പോൾ വേറെ ആർക്കും ഓണമില്ല, ഞങ്ങൾക്ക് മാത്രമേ ഓണമുള്ളേ. എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ എവിടെയാണ്, ചിലപ്പോൾ നിങ്ങളോടൊപ്പം എവിടെയെങ്കിലും വല്ല പരിപാടിയിലല്ലോ ആണോ, അവിടെ ഓണം ഉണ്ടോ, അവിടെ അങ്ങോട്ട് കൂടും. പിള്ളേർ പോയതിന് ശേഷം കേട്ടോ, അതല്ലേ പറ്റുള്ളൂ. അതെ, ആഘോഷങ്ങൾ വന്നാൽ ഞങ്ങൾ ആദ്യം ചേച്ചീനെ വിളിക്കാനുള്ള ഒരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. കാരണം ആഘോഷങ്ങളെ ആഘോഷങ്ങളായിട്ട് തന്നെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. പ്രത്യേകിച്ച് ചേച്ചീനെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. മനുഷ്യരാണ്, ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളുണ്ടാവും, പക്ഷെ ചേച്ചി എപ്പോഴും ചിരിച്ചിട്ട് ആ ഒരു ഹാപ്പിനെസ്സിലെ നമ്മൾ ചേച്ചിനെ കണ്ടിട്ടുള്ളൂ. ആ ഒരു മൂഡ് എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ച മുഖത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഹാപ്പിയാണല്ലോ, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മൾ സാധാരണ കുട്ടികൾ, നമ്മുടെ ഫാമിലി ഇതൊക്കെയല്ലേ, അതൊക്കെ അവിടെയെല്ലാം എനിക്ക് ഹാപ്പിയാണ്. വർക്കുപരമായിട്ടായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ നോക്കുമ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ എനിക്കിഷ്ടം. നെഗറ്റീവ്സ് എനിക്ക് ഒട്ടും എനിക്കിഷ്ടമല്ല. എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്താ പറയുക, അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥന, പ്രെയർ ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതൊക്കെ ആയിരിക്കാം. കുറെ ഇങ്ങനെ കാമായിട്ട് കൂളായിട്ട് എല്ലാത്തിനും ഒന്നൊരു ചെറിയ പുഞ്ചിരിയോടെയൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാല്ലേ? ചേച്ചി എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായില്ലേ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ കൂടെ ഒരുപാട് ഓണമൊക്കെ ആഘോഷിക്കേണ്ട. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ എവിടെയാണോ അവിടെയാണ് എന്റെ ഓണം എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയിലെ ഒരു ഓണം പറയാൻ പറഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓണം പറയാൻ പറഞ്ഞാൽ ചേച്ചി ഏതായിരിക്കും അത്രയും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു ഓണം പറയാം? ഓണം മമ്മൂക്കടൊക്കെ പോകണം. ഞങ്ങളിപ്പോ പോത്ത് ബാബയാണോ, വേറെ പടം ഉണ്ടല്ലോ കൊച്ചിയില്,
ഇത് ബിജു വിശംബർ സാറിൻ്റെ പടമാണ്. ഓണം ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇലയൊക്കെ ഇട്ട് എല്ലാവരും വിളമ്പി ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് മമ്മൂക്കയുണ്ടെങ്കിൽ മമ്മൂക്കയൊക്കെ വിളമ്പാൻ കൂടും അതിനകത്ത്. പിന്നെ അതിലോട് നിർബന്ധിച്ച് കൊണ്ടേ ഇരുത്തിയ ഓണം മമ്മൂക്കയൊക്കെ കൊണ്ടേ ഇരുത്തുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുക. പിന്നെ ഓണം കൊണ്ടതിന് ശേഷം നമ്മളൊക്കെ തമാശ പറയുക. നമ്മുടെ ഫാമിലി പണ്ടെന്നൊക്കെ പറയുമ്പം നമ്മൾ ഞാനൊക്കെ ആ പടമൊക്കെ ചെയ്യുമ്പോൾ അന്ന് ക്യാരവനില്ലല്ലോ. അതെ, അന്ന് ക്യാരവനില്ല. ഞങ്ങൾ നല്ല ഫാമിലി ആയിട്ട് രസമായിട്ട് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും എവിടെ ഒന്ന് കിടക്കാൻ സൗകര്യം കിട്ടും. അവിടെ എല്ലാവരും കയറി ഒന്ന് കിടന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ഫാമിലി അന്തരീക്ഷമായിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ സൈറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഭയങ്കര സ്നേഹത്തോടെ വിളമ്പി തന്നിട്ട് പോത്തൻ ബാബയുടെ സിനിമ എനിക്ക് തോന്നുന്നു മട്ടൻ ബിരിയാണി പോത്തമ്പാവയാണെങ്കിൽ മമ്മൂക്ക സെറ്റിലുണ്ടെ ഒരു ബിരിയാണി ഉറപ്പാ. മട്ടൻ ബിരിയാണിയാണോ? ഞാൻ കേട്ടിട്ടുണ്ട്. മട്ടൻ ബിരിയാണി മെയിൻ അതാണ്. മട്ടൻ ബിരിയാണിയാ. ലാലേട്ടനോട് ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല. ലാലേട്ടനോട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ കൂടുതൽ ഞങ്ങൾ ഷോസുകളില്ല ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് ലാലേട്ടനായിട്ടുള്ളത്. പടങ്ങളാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു 5-6 പടമേ ഉള്ളൂ ലാലേട്ടനായിട്ടുള്ള പടം. പക്ഷെ മമ്മൂക്കയായിട്ട് എനിക്ക് കുറേ ഏറെ പടമുണ്ട്. മമ്മൂക്ക ഇപ്പം പറയുന്ന ഇവിടെ ജയറാം, സുരേഷ് ഗോപി, ദിലീപ് അവരുടെ പടങ്ങളിലാണ് ഞാൻ കൂടുതലുണ്ടായിരുന്നത്. ഞാൻ എല്ലാ പടത്തിലും ചാക്കോച്ചൻ, പൃഥ്വിരാജ്, അപ്പം ഭഗത് എല്ലാം ഞാനിപ്പം ന്യൂജൻ്റെ കൂടെ ആൾക്കാരുടെ കൂടെ ഇപ്പം നമ്മൾ പടത്തിലുണ്ട്. ഞാൻ പറയാം വിശേഷങ്ങൾ നമ്മൾ ഓരോ സെറ്റിൽ വിജുമ്പൻ ആ സെറ്റിൽ നമ്മൾ അങ്ങനെ ആഘോഷിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇതുവരെ ഉള്ളതിൽ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആഘോഷ ദിവസം അല്ലെങ്കിൽ ഏത് ലൊക്കേഷൻ ആയിരിക്കും എന്ന് എടുത്തു പറയാൻ പറ്റും? ഏത് സിനിമയുടെ ആയിരിക്കും? അതെനിക്ക് സത്യം അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മയിലാട്ടത്തിൻ്റെ സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെറ്റായിരുന്നു. നല്ല അമ്പിളിച്ചേട്ടനൊക്കെ അല്ലേ, രസമല്ലേ, ചിരിച്ച് നമ്മൾ മടുക്കും. അതാ തുറന്ന ചിരിക്കാനുള്ളത് സ്ക്രീനിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഓഫ് സ്ക്രീനിൽ അവിടെ സീരിയസ് ആയിട്ട് പറയുന്ന തമാശ അമ്പിളിച്ചേട്ടനൊക്കെ ഇരുന്നിട്ടേ നമ്മള് തമാശക്ക് വേണ്ടി തമാശക്ക് നല്ലത് വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇരുന്നാ പറയുന്നത്. നമ്മൾ ചിരിച്ച് മടുക്കും സത്യം പറഞ്ഞ. ആ സെറ്റ് നല്ല രസമായിരുന്നു. നല്ലൊരു ഫാമിലി പോലെ. അന്നും ക്യാരവൻ ഇല്ലായിരുന്നു കേട്ടോ. ഞാനീ പറയുന്ന നേരത്തെ ക്യാരവൻ ഇല്ലാതെ ഈ അടുത്ത കാലത്ത് ഞാനൊരു പടം ചെയ്തു. ഇത് പൊന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ ലൊക്കേഷൻ ഇപ്പം ഞാൻ ആ പടം ഡബ് ചെയ്തപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലെ ഇനിയും പടം വേണം കേട്ടോ, നമുക്ക് ഇതുപോലെ പടം ചെയ്യണേ എന്ന് പറഞ്ഞു. ഞാനിപ്പം ഒരു പുതിയ പടം ഞാൻ ചെയ്തായിരുന്നു. ആ പടത്തിനകത്ത് കാര്യങ്ങൾ അത് ആ പടമായിട്ട് പറയുമ്പോൾ ഞാൻ ആ വിശേഷം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അപ്പോൾ സെഗ്മെന്റ് വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. ഇതിനകത്ത് ഞാൻ പറയുന്ന ആക്ടർ ആരാണോ ആ ആക്ടറിന്റെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ലൊരു ഹാബിറ്റ് പറയാൻ. നല്ലൊരു ഹാബിറ്റ് ഞാൻ പറയുന്ന ആക്ടറിന് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ് എന്താണല്ലോ. അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റിന്റെ പേര് ഞാൻ കണ്ട നടൻ എന്നാണ്. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ആദ്യത്തെ ആക്ടർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ മമ്മൂക്കയുടെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ലൊരു ഹാബിറ്റ്, ശീലം. മമ്മൂക്കയുടെ ഡ്രസ് സെൻസ് ആണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശീലം. മമ്മൂക്കയുടെ ഡ്രസ് സെൻസ്, പിന്നെ മമ്മൂക്കയുടെ സ്റ്റൈലിഷ്. മമ്മൂക്ക ഏത് ഇപ്പോൾ കഥാപാത്രം വരുമ്പം വേറെ, അതല്ലാതെ ജീവിതത്തിൽ പിന്നെ മമ്മൂക്കയുടെ ഫാമിലിയോട് എന്താ പറയണേ, നമുക്ക് ഫാമിലിയോട് ഞങ്ങളുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അത്ര കെയർ ചെയ്ത് ഫാമിലി എല്ലാം അത്ര നോക്കുന്ന ഒരാൾ എല്ലാം എല്ലാ തരത്തിലൊരു റോൾ മോഡലായിട്ട് പറ്റുന്ന ഒരാൾ കൂടെയാണ്. മമ്മൂക്കയാണ് ഇടുന്ന ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മമ്മൂക്കയുടെ ആണ്. ഈ ഒരു പ്രായത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂസ്ലി ആൾക്കാർ, ഈ ജനറേഷനിലുള്ള ആൾക്കാർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അത് ഷെയർ ചെയ്യുന്നത്. വേറെ ആരുടെ ഇല്ലാന്ന് തോന്നുന്നു. അത്രയും ഷെയറിംഗ് ഉള്ള ഒരു ഡ്രസ് സെൻസ് പുള്ളിയുടെ അത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അല്ലേ? കണ്ണാടി, ഗ്ലാസ്, വാച്ച്, എങ്ങനെ ഷൂ വരെ. ഇപ്പം ആലോചിച്ച് നോക്കി എല്ലാം മൊത്തത്തിൽ ഞാൻ ഇതൊക്കെ ഒരു ലേഡി എന്ന രീതിയിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ ഒരുങ്ങി വന്നാലും ഞാൻ അവരെല്ലാം നോക്കും. അതിന് മാഷ് ഞാൻ പറഞ്ഞു അയ്യോ ആ കമ്മൽ ഒന്നുകൂടി നന്നായിരുന്നേനെ കേട്ടോ എന്ന് പറയുമ്പോൾ ആണോ ഞാനൊന്ന് എടുത്തിട്ടതായിരുന്നു, ഷോ അടുത്തതല്ലേ ഇടാതെ എന്ന് അവർ പറയും. മൊത്തത്തിൽ ഞാൻ നന്നായിട്ടുണ്ട്, സൂപ്പർ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു എല്ലാം അത് സെറ്റ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും കൂടെ അതിനെ ബേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത നടനിലേക്ക് പോവാം. നമ്മുടെ മലയാളികളുടെ ജനപ്രിയ നടൻ നമ്മുടെ ദിലീപേട്ടൻ. ദിലീപേട്ടന്റെ ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി, ഹാബിറ്റ്, ശീലം. ദിലീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണേ, ഒരുപാട് ആൾക്കാരെ സഹായിക്കും. അത് പുള്ളി പരസ്യമായിട്ടൊന്നും അങ്ങനെ ഒരു സഹായം കൊടുക്കുന്ന ആളല്ല. ഒത്തിരി ആൾക്കാർക്ക് അവൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ധനസഹായം കൊടുത്തിട്ടുണ്ട്, പെൺപിള്ളേരെ കെട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സഹായങ്ങൾ ദിലീപ് ചെയ്തുള്ളത് എനിക്കറിയാം. പുറത്ത് പറയാറില്ല.
അത് മമ്മൂക്കായാലും പറയാറില്ല. അവർ ലാലേട്ടനൊക്കെ അവരാരും പറയില്ല. ഇപ്പം ഞാനൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ചാരിറ്റി ആയിട്ടുള്ള ഞാൻ പറയത്തില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. എന്തിനാന്നേ അങ്ങനെ 10 പേര് ചില ആൾക്കാർ കാണിക്കുന്നതൊക്കെ 4 പേര് അറിയണം ഞാൻ കൊടുക്കുന്ന ഇതൊക്കെ എനിക്കത് ഇഷ്ടമേ അല്ല. നമുക്ക് സഹായം ഒന്നും വിളിക്കാനും പറ്റില്ല. ഇപ്പൊ വയനാട് ഞങ്ങളുടെ പടത്തിന്റെ ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് കളക്ടറേറ്റിൽ കൊണ്ടുവന്ന് കാശ് എല്ലാം കൊടുത്തു. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത കാര്യം ഞാൻ ദൈവം മാത്രം അറിഞ്ഞാൽ മതി. എനിക്കതാ ഇഷ്ടം. നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ എല്ലാവരും അറിയിക്കുന്നേ? ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറയാതെ എല്ലാവർക്കും സഹായിക്കുന്നുണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന ഒരു അംശം അവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, കൊടുത്തല്ലോ. വിനീത അത് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അതെന്നാ അറിയാൻ കാര്യമുണ്ട് മോളെ. ഞാനൊരു ഇൻ്റർവ്യൂവിന് അമൃത ചാനലിൽ പോയിരിക്കുമ്പം ഒരു അമ്മയും മോളും വീൽ ചെയറിൽ ഒരു മോള് വന്നിരുന്നിട്ട് പറയുന്നു അവർക്ക് വീടില്ലാതിരുന്നിട്ട് അവർക്ക് ഇവര് വീടില്ല എന്നൊന്ന് അറിഞ്ഞിട്ട് പത്രത്തിലൂടെ അറിഞ്ഞിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് കൊണ്ടുപോയി ദിലീപ് അവർക്ക് വീട് വെച്ചു കൊടുത്തു. അവിടെ ആ കൊച്ചു പറയുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടിട്ട്. നമ്മളറിയുക ആർക്കും അറിയില്ല ചെയ്ത് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വയനാട് ഇഷ്യൂല് പൊതുവെ ഉള്ളൊരു അഭിപ്രായമാണ് ഇനി ഇത് ഇങ്ങനെ ചെയ്യുന്നത് പുറത്ത് അറിയിക്കാത്തത് കൊണ്ടാണോ അറിയത്തില്ല, സിനിമാ മേഖലയുടെ ഭാഗത്തുനിന്ന് ഇതിലും കൂടുതൽ സഹായം കിട്ടാമായിരുന്നു, അല്ലെങ്കിൽ വേണ്ട വിധം സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ല സിനിമാ മേഖലയ്ക്ക്. അങ്ങനെ ഒരു പൊതുവെ ഒരു അഭിപ്രായം ജനങ്ങൾ പറയുമല്ലോ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യാൻ എല്ലാവരും ഒക്കെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ടെന്നേ. ആരും പുറത്ത് പറയുന്നില്ലെന്നുള്ളത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നത് എന്തിനാന്നേ പുറത്ത് പറയുന്നേ? ചെയ്യുന്നത് നമ്മൾ പുറത്ത് അറിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രഹസനം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, സഹായം എന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ? മറ്റുള്ളവർക്ക് അവർക്ക് മാറി നമ്മളൊന്നും കൊടുത്തില്ല എടുത്തില്ല എന്ന് പറയാം, പറഞ്ഞോട്ടെ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? അതെ, എല്ലാരെയും നമുക്ക് ബഹുജനം പലവിധം എല്ലാവരുടെയും വായടപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ചേച്ചി, അപ്പൊ നമ്മുടെ അടുത്ത ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജയറാമേട്ടൻ. ജയറാമിന്റെ എന്ന് പറഞ്ഞാൽ ജയറാമ അങ്ങനെ തന്നെ എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഓർമ്മ സൈറ്റുകളിലെ ഓരോ നമ്മുടെ ഷൂട്ടിംഗ് സൈറ്റുകളൊക്കെ ഓർക്കുമ്പോ ഓരോ എക്സ്പീരിയൻസുകൾ വരില്ലേ? തമാശക്കാരാണ് ഇവരെല്ലാം, തമാശക്കാരാണല്ലോ. ചിരിച്ച് വാ കൂട്ടാതെ നേരം ഉണ്ടാവില്ല. ചിരിക്കാനുള്ള എന്തെങ്കിലും തമാശയും കാര്യങ്ങളും ഒത്തിരി പല പല എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളെ പെണ്ണുങ്ങളെ വരെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളങ്ങനെ പറഞ്ഞു നമ്മളപ്പോ ഓർക്കത്തില്ല. മാറി പിന്നെ ഏതെങ്കിലും വേറെ സിനിമ നിൽക്കുമ്പോഴായിരിക്കും. പക്ഷെ ഈ ഇമിറ്റേഷൻ മിമിക്രിയിലൂടെ വന്നിട്ടുള്ള പല നടന്മാരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ജയറാമേട്ടൻ ഭയങ്കരമായിട്ട് അത് ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ദിലീപേട്ടനൊക്കെ ആണെങ്കിലും മിമിക്രി വന്നതാണ്, ഇപ്പൊ ഒന്നും ചെയ്തങ്ങനെ കാണാറേ ഇല്ല. ജയറാമേട്ടനാണ് അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് ജയറാമേട്ടൻ നമ്മളിപ്പോ എന്തെങ്കിലും തരത്തില് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു വിട്ടിട്ട് പുള്ളി അടുത്ത സെറ്റ് കാണുമ്പോൾ നമ്മളെ അത് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ വിചാരിക്കും അയ്യോ അന്ന് ആ സെറ്റിൽ പറഞ്ഞിരുന്ന കാര്യമല്ലേ ഇവിടെ ഇത് ഇമിറ്റേറ്റ് ചെയ്യില്ല നമ്മൾ ഓർക്കും. ഹ്യൂമർ സെൻസ് നമ്മൾ വിചാരിക്കാത്ത പോലും കാര്യമൊക്കെയാണ് പിന്നീട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ അതുല്യ നടൻ മുരളിച്ചേട്ടൻ. അയ്യോ മുരളിച്ചേട്ടാ ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ളതാ സ്പർശം. മറക്കാൻ പറ്റില്ല. സെന്റിമെന്റ്സിന്റെ ഉസ്താദ്. അയ്യോ മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സീൻസും അങ്ങനെ നല്ല സീൻസായിരുന്നു. സ്പർശം എന്ന് പറയും പടത്തിന്റെ പേര്. മനോജ് കെ ജയരാജ പടത്തിനകത്ത്. മുരളിച്ചേട്ടന് ആ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാ. സ്ട്രേറ്റ് ഫോർവേഡ്. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് മുരളിച്ചേട്ടൻ സെറ്റിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ചേച്ചിക്കൊക്കെ എങ്ങനെയാണ്? അയ്യോ എന്നോടൊക്കെ ഭയങ്കര പാവമായിരുന്നു. എന്നോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മളൊക്കെ കൊടുത്ത് അഭിനയിക്കും, ഞങ്ങൾ പരസ്യം അഭിനയിക്കുമ്പോഴും. ഒരു പടം കാറ്റത്തെ കൂടുന്ന പടത്തിനകത്ത് ഞാൻ മുരളിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നു. കാറ്റത്തെ കൂടുന്ന പറഞ്ഞ സിനിമയിൽ അതിനകത്ത് മുരളിച്ചേട്ടൻ്റെ ഒരു സെറ്റപ്പ് ക്യാരക്ടറാണ്. എന്നോട് പുള്ളി ആകുന്ന അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ ഭാര്യയായിട്ട് അഭിനയിക്കല്ലേ, അതിൽ വന്നിട്ട് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? ചെയ്തില്ല. എന്നെ നിർബന്ധിച്ച് ചെയ്യാൻ ചേട്ടാ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എന്നെ പറയാ. ഞാൻ പറഞ്ഞു വിളിച്ചേട്ടാ അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അതിനകത്ത് ഭാര്യയായിട്ട് ഞാൻ അഭിനയിക്കല്ലേ, നല്ല ക്യാരക്ടറും. മുരളിച്ചേട്ടനൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറക്കാൻ പറ്റും. അടുത്ത് നമുക്ക് ചോദിക്കാം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജഗദീഷ് അമ്പിളിച്ചേട്ടൻ, ഞങ്ങളുടെ അമ്പിളിച്ചേട്ടൻ. അറിയുള്ളൂ. ഞാൻ അമ്പിളിച്ചേട്ടൻ എത്രയോ പടങ്ങൾ ഞങ്ങൾ ജോഡിയായിട്ട് അഭിനയിച്ച പടം ദൈവമേ ആദ്യം അഭിനയിച്ചത് വാഴുന്നവരായിരുന്നു. വാഴുന്നവർ ഇങ്ങോട്ട് അങ്ങനെ അവസാനം അത്ഭുത ദ്വീപ്, മയിലാട്ടം, കൺമഷി, മേരികൊണ്ട് കുഞ്ഞാട്, ഇന്നസെന്റ, കുറെ പടമുണ്ട് ഞാനും അമ്പിളിച്ചേട്ടനും. അമ്പിളിച്ചേട്ടൻ എന്ന് പറഞ്ഞാല് ഇത് എന്താ പറയാ, ഞാൻ സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ഒരാളെ സെറ്റില്. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും, അപ്പോഴാണ് നമ്മൾ ചിരിക്കും, അമ്പിളിച്ചേട്ടൻ ചിരിക്കില്ല. ലാസ്റ്റ് നമ്മൾ ചിരിച്ചതിന് ശേഷം അമ്പിളിച്ചേട്ടൻ ചിരിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ ഈ കാലിട്ടൊരു അടിയുണ്ട് ചിരിച്ചിട്ട്, ഈ ഒരു കാലിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ അടിക്കും.
നമ്മളൊക്കെ ചിരിച്ചതിന് ശേഷം അമ്പിളിച്ചേട്ടൻ ഒറ്റ പൊട്ടി ചിരിച്ചിട്ടേ ഈ കാലിട്ട് ഇങ്ങനെ എന്നിട്ട് ചിരിക്കുക അമ്പിളിച്ചേട്ടൻ. സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മളെ ചിരിപ്പിച്ചിട്ട് ആ കൂടെ അമ്പിളിച്ചിരിക്കുന്ന ആളാണ് അമ്പിളിച്ചേട്ടൻ. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ അല്ലേ? അയ്യോ അങ്ങനെയുള്ള നമ്മളിങ്ങനെ എന്താ പറയുക എന്നിട്ട് ആക്ഷനും കൂടെ ഇങ്ങനെ കാണിക്കുമ്പോഴേ നമുക്ക് ചിരി അടക്കാൻ ഇന്നത്തെ പറ്റത്തില്ല. ആക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഇന്നത്തെ സൈറ്റുകളൊക്കെ മിസ് ചെയ്യുന്ന ഒരു പക്ഷേ ഇത്തരം ഓഫ് സ്ക്രീനിലുള്ള അത് പറയാൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യമുണ്ട്. ഞാൻ ലാസ്റ്റ് ഡോക്ടർ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നസെന്റ് ചേട്ടൻ ജഗദീശ് റൂപ ഞങ്ങൾ 3 പേരെ ഇലക്ഷന് നിൽക്കുന്നത്. ആ ഓട്ടോ എണ്ണത്തിന് ഡോക്ടർ ഇന്നസെന്റ് എന്ന് പറഞ്ഞ പടമാണ്. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ഹ്യൂമറിൽ. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരുന്ന് ജയിക്കുന്ന ഞാനാണ്. അപ്പം എൻ്റെ സീക്വൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ എന്നെ അവിടെ വന്നിട്ട് അമ്പിളിച്ചേട്ടൻ ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ എൻ്റെ കഴിഞ്ഞു കേട്ടോ പോവാണോ? ഞാൻ പറഞ്ഞു ഞാൻ പോവുക. വന്നേ എന്നെ തലേ കൈ വെച്ച് നന്നായി വരും. ഞാൻ താങ്ക് യു അമ്പിളിച്ചേട്ടൻ. പതിവില്ല തന്നെ അമ്പിളിച്ചേട്ടൻ എന്നെ ബ്ലെസ് ചെയ്യുന്ന ഞാൻ ആലോചിക്കുക. നന്നായി വരും നന്നായി വരും. ഞാൻ താങ്ക് യു അമ്പിളിച്ചേട്ടൻ. ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞങ്ങ് പോയി കേട്ടോ. എന്നെ ബ്ലെസ് ചെയ്തിട്ട് അമ്പിളിച്ചേട്ടൻ വിട്ടു. പിന്നെ 2-3 ആഴ്ച കഴിയുമ്പോൾ അമ്പിളിച്ചേട്ടൻ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഈ ബ്ലെസ് ചെയ്ത് വിട്ടപ്പോൾ ഞാൻ ഒറ്റപ്പാലം പോലെ എറണാകുളം വരെ എനിക്കൊരു സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. അയ്യോ അമ്പിളിച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചല്ലോ, എന്നെ ബ്ലെസ് ചെയ്തല്ലോ, എന്ത് സന്തോഷമായി എന്ന രീതിയിലേ എന്നെ എന്തോ നിറഞ്ഞെന്തോ എനിക്ക് തന്ന അമ്പിളിച്ചേട്ടൻ അവിടെ. എന്നെ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മത്സരിച്ച് അഭിനയിക്കും. അമ്പിളിച്ചേട്ടൻ ഇപ്പൊ കടന്ന് എന്താ പറയാ പിടിച്ചു തന്ന അഭിനയിക്കണല്ലേ, അത് കുറച്ച് പാടാ. തീർച്ചയായിട്ടും അതൊന്ന് അഭിനയിച്ച ആൾക്കാർക്കേ അറിയുള്ളൂ. ഒപ്പത്തിനൊപ്പം നിക്കണമല്ലോ. പിന്നെ നീക്കും നമ്മള് വാഴുന്നവരെ അഭിനയിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇയാളെ ഇയാളെന്ന് പറഞ്ഞ അമ്പിളിച്ചേട്ടനെ നമുക്ക് അറിയില്ല എങ്ങനെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ വരുമെന്ന്. അവിടുന്ന് ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി. പിന്നെ ഞാൻ എൻ്റെ പടത്തോടെ എടുത്തുമൊക്കെ അറിയാം. ഞങ്ങൾ കട പിടിച്ചിട്ട് ഞങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ അടുത്തത് രാജൻ പി ദേവ്. അയ്യോ എന്റെ നായകൻ. ഓർക്കോ ഞാൻ പറഞ്ഞപ്പോ പഴയ എക്സ്പീരിയൻസ് പടനായില്ല, എന്റെ ഭർത്താവായിട്ടായിരുന്നു. പിന്നീട് കുറെ പടം ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ വിദേശി നായർ, സ്വദേശി നായർ, പോത്തമ്പാവ് കുറെ പടത്തിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചു. എല്ലാ പടം കാണുമ്പോൾ ചോദിക്കും എടി പൊന്നമ്മേ ഞാനല്ലേ നിന്റെ ഹീറോ എന്ന്. രാജേട്ടനാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത്. എപ്പോഴും പറയും ഇവിടെ പൊന്നമ്മ ബാബുവിൻ്റെ സിനിമയിലെ ഹീറോ ഞാനാണ് രാജൻ പി ദേവ്. വളരെ നല്ല ക്യാരക്ടറാണ്. രാജൻ നാടകമൊക്കെ ആകുമ്പോഴേ എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് നമ്മളെ എന്താ പറയുക കുടുംബത്തിലുള്ള ഒരാൾ പോലെ എനിക്ക് രാജേട്ടനെ. പക്ഷെ ഇങ്ങനെ പൊതുങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് രാജൻ ചേട്ടനെ പറ്റി ചേച്ചി ഭയങ്കര വലിയൊരു പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആര്? ഞാനോ? അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു ഞാനല്ല, വേറെ ആരെങ്കിലും. ഞാൻ രാജനെ പറ്റി കുറ്റം പറയാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ ഇവിടെ കൊണ്ടുപോവാ, തെളിവ് ഇവിടെ കൊണ്ടുപോവാ, ഇപ്പൊ തരാം. ഇപ്പൊ അങ്ങനെ അതിന്റെ മറുപടി തരാം ഞാൻ. ചേച്ചിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ആക്ട്രസ് പൂജ ഭദ്രനെ എന്തോ പട്ടിയെന്നോ അത് കോമഡിയല്ലേ, അത് ഹ്യൂമർ അല്ലേ, ദൈവത്തിന്റെ മകൻ. എല്ലാം പരാതി സീരിയസ് ആവണമെന്നില്ലല്ലോ. അത് ശരി, ഇത് പരാതിയായിട്ട് മാറുമായിരിക്കും. ഞാൻ നാളെ പരാതി പറഞ്ഞത് അതല്ല, എന്ത് പറ്റി അച്ചാന്നാണ് വന്ന് ഡയലോഗ് പറഞ്ഞത്. എന്ത് പറ്റി അച്ചാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി അച്ചാ എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് രാജേട്ടൻ പൂജ മാറി അവിടെ നിന്നിട്ട് ഇങ്ങനെ വീശറി ഇങ്ങനെ രാജേട്ടൻ എൻ്റെ അടുത്തുനിന്ന് നിപ്പ് കണ്ടോ. ഞാൻ എന്ത് പറ്റി? അവളെ എന്നെ പട്ടിയെന്ന് വിളിച്ചിട്ടുള്ള നിപ്പാന്ന്, എന്ത് പട്ടി അച്ചാന്ന്, എന്ത് പറ്റി അച്ചാന്നാ ചോദിക്കണ്ടേ. ഒരു ഹിന്ദി അല്ലേ, അത് പറഞ്ഞു വന്നപ്പം അതൊരു ഹ്യൂമറായിട്ട് പറഞ്ഞു. ഞാൻ ചിരിയോട് ചിരി. രാജന്റെ ആ പറച്ചിലും ആ സ്റ്റൈലും ഒക്കെ രാജൻ പറയാ അവിടെ നിപ്പ് കണ്ടില്ല, എന്നെ പട്ടിയെന്ന് വിളിച്ചിട്ടുള്ള നിപ്പ് കണ്ടില്ലെന്ന്. ആ പുള്ളിക്കാരത്തെ അവിടെ വീശിയൊക്കെ ഇങ്ങനെ വീശി ഇങ്ങനെ നിൽക്കുമ്പോഴാ രാജൻ ഇത് പറയുന്നത്. അയ്യോ രാജനെ പറ്റി എനിക്കൊരു കംപ്ലൈന്റും ഇല്ലല്ലോ പൊന്നെ. അപ്പൊ ചേച്ചി ഇനി ബാക്ക് ടു ഞാൻ ഓണം വിശേഷങ്ങളിലേക്ക് വരികയാണ്. ചേച്ചി വലിയൊരു ഷെഫും കൂടെ ആണല്ലോ, പറയാതിരിക്കാൻ വയ്യ, പാചകറാണിയും കൂടെ ആണല്ലോ. ഓണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ഉണ്ടാക്കാനായാലും ഉണ്ടാക്കിയിട്ട് കഴിക്കാനായാലും ചേച്ചിയുടെ ഓണം വിഭവങ്ങളിൽ? എനിക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷ്. ചേച്ചി അവിയൽ സൂപ്പറായിട്ട് വെക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പച്ചക്കറി എല്ലാം വെക്കും നന്നായിട്ട്. മെഴുകുവരട്ടി, അവിയൽ, കാളൻ, കിച്ചടി, എന്ത് വേണം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. പക്ഷെ ഇത് നമ്മൾ ക്ഷമ നിന്നുകൊണ്ട് ഇഞ്ചിക്കറി, അച്ചാറ്, പുളിങ്കറി, ഇതെല്ലാം കാളൻ, ഇതെല്ലാം ഒരു തലേ ദിവസം സെറ്റാക്കി വെക്കണം. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പ്ലാനിങ്ങാ കുക്കിംഗ്. നമ്മുടെ ജീവിതത്തിലെ പോലെ തന്നെ കുക്കിങ്ങും ഒരു പ്ലാനിങ്ങാ. നമുക്ക് വേണ്ടത് ബാക്കി അങ്ങ് അടുപ്പിക്കുക.
ബാക്കിയുള്ള നേരം വെളുത്ത് കഴിഞ്ഞാൽ അവിയൽ, അതാണ് ഒരു സാമ്പാർ, കലയാന്ന് കുക്കിംഗ്. കൂട്ടുകറി, ഓലൻ, ഇതെല്ലാം ആ ദിവസം ഉണ്ടാക്കുക. കാരണം ആ ദിവസം ഉണ്ടാക്കിയാൽ അതിനൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വെള്ളം വന്നിട്ട് അടുത്ത ചോദ്യം. പച്ചക്കറി പറഞ്ഞപ്പോഴേ ഇങ്ങനെ. അപ്പൊ പിന്നെ പക്ഷേ ചേച്ചി ഇറച്ചിയും മീനും ഒക്കെ ശരിയാണ്, ഹൈലൈറ്റ് ആണ്. എന്നാലും നമ്മുടെ സദ്യയുടെ വൈബ് ഒന്ന് വേറെ ഇഞ്ചിക്കറി അച്ചാറെന്നൊക്കെ പറഞ്ഞ ഏത് മലയാളിയുടെ വായിന്നാണ് വെള്ളം? സാമ്പാർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പായസമാണ്. പായസമാണ് ഏറ്റവും ഇഷ്ടം. സദ്യ എന്ന് പറഞ്ഞപ്പോഴും സദ്യ ചേച്ചി സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ടോ? സദ്യ മിക്കവാറും ഉണ്ടാവും ഇവിടെ. ആണോ? കിട്ടാൻ സാധ്യതയുണ്ട്. ആണോ? ഒരു മണം വരുന്ന അവിയലിന്റെ എല്ലാം. ഇനി അത് മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ട് തോന്നുന്നതാണ് എനിക്ക് വന്നിട്ടോ. എവിടുന്ന ഒരു പുളിശ്ശേരിയുടെയും ഒരു അവിയലിന്റെ ഒക്കെ മണം വരുന്നു. ചേച്ചി പാചകക്കാരത്തി ആയതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം പണ്ടാണ് നമുക്ക് ഊഞ്ഞാല് കുറെ കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് വന്നു. പക്ഷെ ഒഴിച്ചുകൂടാൻ പറ്റാതെ ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സദ്യയുടെ പരിപാടി. എന്റെ മക്കളൊക്കെ ഇവിടുന്ന് പോകുമ്പോ റെഡിമെയ്ഡ് ഇലയും മേടിച്ചോണ്ടാ പോകുന്നത് സദ്യ. അവിടെ ആ കുഞ്ഞുങ്ങളെ ഓണോടുപ്പൊക്കെ ഇട്ട് വർഷത്തിൽ അവിടെ ഓസ്ട്രേലിയയിലല്ലേ എല്ലാരും അവിടെ ഇരുന്ന് ഈ ഇലക്കകത്തൊക്കെ കൊണ്ടുവന്ന് അവര് ഇങ്ങനെ ഉണ്ണുന്നതൊക്കെ പിള്ളേരുകളെ നല്ല സന്തോഷം. ആ ദിവസം ആ ഇലക്കകത്ത് അങ്ങനെ വെച്ചിട്ട് കഴിക്കാന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖം. ഇലക്കകത്ത് അതൊക്കെ വെച്ച് തരട്ടെ. ഇപ്പൊ വെച്ചെന്നാ കഴിക്കോ? പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു വികാരം. എന്നാ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ചേച്ചിക്ക് ഇത് ഇപ്പൊ ആ പറഞ്ഞ കാര്യം ഇവിടെ റിയലിസ്റ്റിക് ആക്കി കാണിച്ചു തരാൻ പോവാ. അതെ വന്നു കഴിഞ്ഞു. പറഞ്ഞില്ല മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഭയങ്കര ടൈമിംഗ്. താങ്ക് യു. നമ്മളിപ്പോ ഇരിക്കുന്നത് കൊച്ചി കുണ്ടന്നൂരുള്ള ഹോട്ടൽ ട്രിബ്യൂട്ട് റോയലിലാണ്. അപ്പൊ അവരുടെ സ്പെഷ്യൽ സദ്യയാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. ശരി. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യയായിരുന്നു അല്ലേ? ആദ്യത്തെ ഓണസദ്യ ഞാൻ ഓണം വന്നപ്പോ ആദ്യം ഞാൻ ഉടുക്കുന്നത് പുത്തനുവാ. ഞാൻ ഉടുത്തിട്ടില്ല. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ല അടിപൊളിയാണല്ലേ. ഇത് കൂത്താപ്പുള്ളിയാ. നമ്മുടെ അവിടെ ഇരിക്കും മേലെ അങ്ങടും ഇവിടെ ഇരിക്കും മേലെ ഇങ്ങടും ആയിരിക്കും. അങ്ങനെയാണോ മോളെ ഇല? ഇലയുടെ പൊസിഷൻ അങ്ങനെയാണോ? ഓരോ സ്ഥാനം ഓരോ കാര്യമാണ് ഇല ഇടുന്നതിന് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്തെങ്കിലും മീനിങ് ഉണ്ടോ അതിന്? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ, പക്ഷെ റീസൺ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. കഴിയതല്ലേ ഇല ഇങ്ങനെ തല ഇടത്തോട്ട്. യെസ്, ഇലയുടെ തല ഇടത്തോട്ട് ഇടണം. വാലോ തല ഇത് ഇടത്തോട്ട് ഇടണം. അതെന്താ അങ്ങനെ? അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അറിയത്തില്ല. അപ്പൊ ബാക്കി വിഭവങ്ങളൊക്കെ അങ്ങോട്ട് വന്നോട്ടെ. ഞാൻ രാജൻ പി ദേവനെ പറ്റി ചേച്ചി എന്ത് പരാതി ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആരാ പറഞ്ഞു ഞാൻ രാജേട്ടനെ പറ്റി പരാതി എന്നോട് ശരിക്കും പറഞ്ഞ ഇന്ന് പേടിപ്പിച്ച് ഞാൻ ചോദിക്കാം. ചേച്ചി ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, രാജൻ പി ദേവിനെ പറ്റി ഒരു പരാതി. ഇത് രഹസ്യമായിട്ടിരിക്കുന്ന, പക്ഷെ നമ്മളിങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ പേടിപ്പിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി സന്തോഷത്തോടെ ഒരാളുമായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്, പക്ഷെ അത് ഞാനല്ല. അപ്പൊ അത് തെറ്റിദ്ധരിച്ച് എന്നോട് ചോദിക്കുന്നതാണെന്നുള്ള എന്റെ പറഞ്ഞാലും അബദ്ധമോ ഇനി അതെന്റെ തലയിലായോ എന്നോർത്തിരിക്കുവാണ്. അതാണോ ഞാനാന്ന് വിചാരിച്ചിട്ടാണോ ചോദിക്കുന്നത്? അതാ എന്റെ മനസ്സിൽ പോയെ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് അറിയാലോ. പിന്നെ എന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ചോദിക്കുമല്ലോ. ഇനി അങ്ങനെ ചേച്ചിയുടെ ഒരു ഞെട്ടൽ കണ്ടിട്ട് ഇതുവരെ അങ്ങനെയുള്ള ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ലാത്ത പോലെ ആരുമായിട്ടും അല്ലേ. ഞാൻ നടന്മാരുടെ കാര്യം ചോദിച്ചപ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ വിട്ടുപോയി. കാരണം ഓണത്തിന്റെ സമയത്ത് ഒട്ടും മാറ്റാൻ പറ്റാത്തതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ കൂടെയുള്ള. അയ്യോ ഞങ്ങൾ എത്ര സ്റ്റേജ് ഷോ, എത്ര പടങ്ങള്. മണിയുടെ പാട്ടും മണി കണ്ട അന്ന് എന്തെങ്കിലും സെറ്റില് ആഹാരം ഉണ്ടാവും, മണിയുടെ തന്നെ സ്പെഷ്യൽ ഉണ്ടാവും. കുക്ക് ചെയ്തൊക്കെ തരുമോ? പിന്നെ ഞങ്ങൾ ഷോയിലേക്ക് പോകുമ്പോൾ മണിയാ കുക്ക് ചെയ്യുന്നത്, എല്ലാം കൊണ്ടുത്തരും. ഓണമൊക്കെ വരുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ കുറെ ആൾക്കാർ ഇങ്ങനത്തെ ആഘോഷ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന കുറെ വേറെ ആരേച്ചി അങ്ങനെ ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ ഒരുപാട് മിസ്സിങ് ആയത് ഒന്ന് ഇന്നസെന്റ് ഏട്ടനാ. എന്റെ പോക്ക് മലയാളികൾക്ക് തന്നെ ഒരു നഷ്ടമല്ലേ. ഇന്നസെന്റ് ഏട്ടന് ഇല്ലല്ലോ നോക്കുമ്പോ ഒരു നെഞ്ചത്തൊരു വേദനയാ. ഒരു അതുപോലെ തന്നെ അമ്പിളിച്ചേട്ടനെ ഇരിക്കുന്നല്ലോ എന്നോ ഇങ്ങനെ ഇരുന്നല്ലോ ദൈവമേ, ഇരിപ്പില്ലായിരുന്നില്ല എനിക്കൊക്കെ എത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ അമ്പിളിച്ചേട്ടനോടൊപ്പം അഭിനയിക്കാമായിരുന്നു. നോക്കുമ്പോൾ അതൊരു വേദന അതും വരാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് രാജൻ പി ദേവ്, കൊച്ചിൻ കനീഫിക്ക, മണി, അല്ലെങ്കിൽ കൽപ്പന, അല്ലെങ്കിൽ നമ്മുടെ മുരളിച്ചേട്ടൻ, നമ്മുടെ മറ്റേ ഈ പോയ ആൾക്കാരുകളൊക്കെ ഇപ്പോഴും എവിടെയെല്ലാമോ ഉണ്ട്. ഇവരാരും മരിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അവരൊക്കെ എവിടെയോ ഷൂട്ടിലുണ്ട് എന്നുള്ള എന്റെ ഇതാണ്. എനിക്കൊന്ന് കരിമാടിക്കുട്ടനില് ചേച്ചി മണിച്ചേട്ടന്റെ കൂടെ കരിമാടി ഞാനില്ല. ഞാനുള്ളത് മണിയുടെ കൂടെ അഭിനയിച്ചത് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കബഡി ഉണ്ട് മണിയുടെ കൂടെ. മറ്റേ അരമ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മണി ഒരു രാഷ്ട്രീയക്കാരനായിട്ട്, ആ പടത്തിൽ ഞാനുണ്ട്. പിന്നെ വേറൊരു പടം ഉണ്ടല്ലോ കൺമഷി,
പടത്തിലെ പണിയുണ്ട്, കുറേ പടത്തിലുണ്ട്. ആ വെച്ചു. ഇങ്ങനെയുണ്ട് നമ്മുടെ ട്രിബ്യൂട്ട് റോയലിന്റെ സെർവിങ്. അത് കഴിക്കാൻ സദ്യ. സർവീസും ഒക്കെ കഴിച്ചു കാണാനും നോക്കിയിട്ട് പറയാം. അടിപൊളിയാണ്. ഇനി കഴിച്ചിട്ട് ടേസ്റ്റ് കഴിച്ചിട്ടല്ലേ? ആ കഴിക്കുന്നതിനിടെ ഞാൻ പറയത്തില്ല, കഴിച്ച് പറയണ്ട, കഴിഞ്ഞ കഴിച്ചോ. നെറ്റ് തീർച്ചയായിട്ടും പറയത്തുള്ളൂ. കഴിച്ചോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. പിന്നെ കുറച്ച് നീങ്ങ്. ആ ഓടി. കുറച്ച് സൈഡിൽ വെച്ചാൽ ഇതൊന്നും ശരീരത്തിൽ നിന്ന് ഇത്രയും നെയ്യ് നമ്മൾ എടുക്കുന്നു. എത്ര നമ്മുടെ ശരീരത്തിൽ നെയ്യ് കയറ്റിയാൽ എത്ര ദിവസം നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നെയ്യ് പോണെങ്കിലും അറിയാമോ? അതുകൊണ്ട് അധികം വേണ്ട നെയ്യ് പേരിന്. അപ്പൊ തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പൊ നമുക്ക് സദ്യ കഴിക്കാൻ തുടങ്ങാൻ പോകണം. ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ. എൻ്റെ ഓണ ഇവിടെ നിന്ന് തുടങ്ങുക. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഓണമേളം 2024ന്റെ ആദ്യത്തെ ഓണസദ്യ ഞങ്ങൾ ഇവിടെ ഹോട്ടൽ ട്രിബ്യൂട്ട് റോയലിൽ നിന്ന് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ഞാനും മലയാളത്തിന്റെ പ്രിയ നടി പൊന്നമ്മ ബാബു, ഞങ്ങളുടെ സ്വന്തം പൊന്നമ്മ ചേച്ചിയായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ബാക്കി കഴിച്ചിട്ടല്ലേ? അതെ, ബാക്കി നിങ്ങൾക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയുണ്ട്. അല്ല, ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിരിക്കാം, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കഴിക്കുക. അതെ. പരിപ്പും അടിപൊളിയല്ലേ? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? എല്ലാം ടേസ്റ്റ് ചെയ്തു. ചേച്ചി, എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ആണെങ്കിലേ സാധാരണക്കാരായിട്ടുള്ള ഒരു വൈബാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറിയ കടകളിലൊക്കെ ആണെങ്കിലും കയറി ആഹാരം കഴിക്കും. സാധാരണ ആൾക്കാരോടായാലും അല്ലെങ്കിൽ പൊന്നമ്പ ബാബു ഫേമസ് ആക്ട്രസ് അങ്ങനത്തെ ഒരു വൈബൊന്നുമില്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹം, ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത്. എവിടെയായാലും ഒന്ന് കടയിലൊക്കെ ചെറിയ കടകളിലൊക്കെ ആണെങ്കിലും കയറുന്ന പണ്ടുതൊട്ടേ അങ്ങനെ തന്നെയാണോ ചേച്ചി? ഞാൻ പോവുകയാണെങ്കിലും ചെറിയ കട നോക്കി കാറിലിരുന്ന് കഴിക്കും. പയ്യൻ അവിടെ ഇരുന്ന് കഴിക്കും. ഞാൻ കാറിലിരുന്ന് ചട്ടുദോശ, ചട്ട ഓംപ്ലേറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന കടയൊക്കെ ആണെങ്കിൽ കുടുംബശ്രീ ചേച്ചിമാരുടെ കടകളാണോ ഉദ്ദേശിച്ചത്? ചേച്ചി വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഹോം ടൂർ ചോദിച്ചിട്ട് ചേച്ചി ഇതൊരു ഹോം ടൂറിന്റെ കുറച്ച് സമയമുണ്ടല്ലോ, അത് കുറച്ച് വീടൊക്കെ ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ട്. അങ്ങനെയാണെങ്കിലേ പിന്നെ വൈറ്റ് ഹോം ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് അവര് വീട് നമുക്ക് പകുതി പൈസക്ക് വീട് വെച്ച് തരും. പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ല കിടിലം വീട് വെച്ച് തരും. ബാക്കി പൈസ നമ്മൾ 50 മാസത്തവണയായിട്ട് അടച്ചാൽ മതി. 50 മാസം കൊണ്ട് ബാക്കി പൈസ അടച്ചാൽ മതി. മാത്രമല്ല സൈറ്റിൽ നമുക്ക് ലൈവ് ക്യാമറ ഉള്ളതുകൊണ്ട് ആ ആപ്ലിക്കേഷൻ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് ലൈവ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം, പണി നടക്കുന്നുണ്ടോ അവിടെ സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. വീടിന്റെ പ്ലാനും അവര് തന്നെ നമ്മളുടെ അഭിപ്രായവും നോക്കി അവരുടെ ഇതിൽ സെറ്റ് ചെയ്ത് തരും. എന്റെ 2 ഫ്രണ്ട്സിന് അവര് അതുപോലെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിരുന്നു. കേരളം ഫുള്ള് ഇപ്പൊ കുറെ പേര് ജയിക്കുന്നുണ്ട്. അത് ലാഭമില്ല ശരിക്കും പറയാം. പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീടിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടില്ലേ. സദ്യ എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്നെ ഏത് കറി ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്ക് എലിശ്ശേരി എല്ലാ കറിയും നല്ലതാ. എലിശ്ശേരി തോന്നുന്നു 2 തവണ കഴിച്ചു അല്ലേ? എലിശ്ശേരി മേടിച്ചു, അവിയൽ നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരു അടിപൊളി ഓണം ചേച്ചി തന്നു. അപ്പൊ ചേച്ചിക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും സമയം കുറേ വിശേഷങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. മൈൽ സ്റ്റോണിന് ഞാനും എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ചാനലാണ്, നല്ല റിവ്യൂ കിട്ടുന്ന ചാനലാണ്, നല്ല സത്യസന്ധമായ നല്ല കാര്യങ്ങൾ പറയുന്നതാണ്. ഒരു എന്താ പറയണേ, ഒരു നെഗറ്റീവുള്ള ഒരു ചാനലല്ല മൈൽ സ്റ്റോൺ ചാനൽ. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ചാനലിന്. ആ സ്റ്റാൻഡേർഡ് എന്നും നിലർത്തിക്കൊണ്ട് പോകാൻ തീർച്ചയായിട്ടും മൈൽ സ്റ്റോണിന് സാധിക്കട്ടെ. അതിലുള്ള ക്രൂ അടക്കം എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇന്നത്തെ ഈ ഓണം മേളം എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയാണ്. പൊന്നമ്മ ചേച്ചിക്കും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്.